ശബരിമല യുവതീ പ്രവേശനത്തിൽ ഒളിച്ചുകളി തുടരുകയാണ് സംസ്ഥാന സർക്കാർ. സർക്കാർ നിലപാട് എന്തെന്നുള്ള ചോദ്യത്തിന് യെസ് ഓർ നോ പറയേണ്ട സാഹചര്യമില്ല എന്നാണ് നിയമമന്ത്രി പി രാജീവിന്റെ വാദം. നിലപാട് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കും, യുവതീ പ്രവേശനത്തിൽ ഇരുഭാഗങ്ങളും പരിശോധിക്കുമെന്നുമാണ് മന്ത്രിയുടെ മറുപടി. എന്തായാലും നിർണായകമായ ഒരു സാഹചര്യം ഒരു വശത്ത് ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു മറുപടി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എന്തായാലും നിയമമന്ത്രി പി രാജീവിൻ്റെ ഈ ഒരു പ്രതികരണമാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇത്തരത്തിലൊരു ഗുരുതരമായൊരു വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് സർക്കാരിന് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ ഗുരുതരമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം? ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഹൈക്കോടതി, അതായത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടിപ്പോൾ നിയമമന്ത്രിയുടെ പത്രസമ്മേളനമാണ് നടന്നത്. ഇതിൽ കൃത്യമായൊരു നിലപാട് ഇതുവരെ വ്യക്തമാക്കാൻ ഇതിൽ സർക്കാരിന് സാധിക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമമന്ത്രിയോട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ എന്താണ് ഇതിൽ സർക്കാരിന്റെ നിലപാട്, യുവതി പ്രവേശനത്തിൽ മുൻ നിലപാട്, അതായത് യുവതി പ്രവേശനത്തെ അനുകൂലിച്ച മുൻ നിലപാടിന് ഒപ്പമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ ഒരു വ്യക്തത നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ല, നിയമമന്ത്രിക്കും സാധിക്കുന്നില്ല. നിയമമന്ത്രി ആ വിഷയത്തിൽ നിന്ന് തന്നെ ഒളിച്ചു കളിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ യുവതി പ്രവേശനത്തെ തുടർന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് യുവതി പ്രവേശനത്തിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക മണ്ഡലങ്ങളിൽ നിന്നും, ലോക്സഭാ മണ്ഡലങ്ങളടക്കം വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാര്യമായിട്ട്, അതായത് ഈ തുടർന്നും ഇത്തരത്തിൽ യുവതി പ്രവേശനത്തെ അനുകൂലിച്ചു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് തിരിച്ചാവുന്നൊരു കണ്ടെത്തലാണ്, അല്ലെങ്കിൽ ഒരു തിരിച്ചടിയാകുമെന്നൊരു ചിന്തയിലാണ് സർക്കാർ ഉള്ളതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിലപാടുകളിൽ നിന്നും ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഈ നേരത്തെ 2018 ഈ യുവതി പ്രവേശനം ഉണ്ടായ സമയത്തെല്ലാം വളരെ കാര്യമായി സർക്കാരിന്റെ ഒരു അഭിമാനമായിട്ടായിരുന്നു യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചത്. അതിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരും അവർ മുന്നോട്ട് വെച്ചത് തന്നെയാണ്, സംസ്ഥാന സർക്കാരിന്റെ ഒരു നവോത്ഥാനമാണ് നടക്കാൻ പോകുന്നത് ഈ യുവതി പ്രവേശനത്തിലൂടെ നടത്തിയത് എന്നതടക്കമുള്ള അവകാശവാദങ്ങൾ നിരത്തിയ സർക്കാരാണ് ഇപ്പോൾ പിന്നോട്ട് പോകുന്നത്. അത് വലിയ തിരിച്ചടി നേരിടുന്നു. മാത്രമല്ല, ഹൈന്ദവ സംഘടനകളും ഭക്തരും അടക്കമുള്ളവർ പുറത്ത് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇത്തരത്തിൽ വലിയ തിരിച്ചടി യുവതി പ്രവേശനത്തിൽ നേരിട്ടതോടുകൂടി തന്നെയാണ് സർക്കാരിന് തന്നെ മലക്കം മറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. മുൻ നിലപാടിൽ നിന്നെല്ലാം മലക്കം മറിഞ്ഞ് ഇപ്പോൾ വ്യക്തമാക്കാൻ മുൻ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് യുവതി പ്രവേശനം എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടുമായിട്ട് മുന്നോട്ട് പോകുകയാണോ എന്ന ചോദ്യത്തിന് പോലും ഉത്തരം നൽകുവാൻ നിയമമന്ത്രിക്ക് സാധിക്കുന്നില്ല, പി രാജീവിന് സാധിക്കുന്നില്ല. അതിൽ ഈ 9 കമ്മിറ്റിയുടെ വിധി വരട്ടെ, അതിനുശേഷം പരിശോധിക്കാം എന്ന അടക്കമുള്ള ചില വാദങ്ങൾ മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ കൃത്യമായി ഇത് ഇത്തരത്തിൽ സർക്കാർ എന്ത് നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിക്കുമെന്ന് ചോദിക്കുമ്പോൾ പോലും നിലവിൽ അതിന് ഉത്തരവില്ല. പരിശോധിക്കാം, അല്ലെങ്കിൽ മറ്റ് ഇതിൽ പരിശോധിച്ചതിന് ശേഷം ഇത് പരിശോധിച്ച ശേഷം സുപ്രീം കോടതിയിൽ അറിയിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ അപ്പോഴും ഈ ഇത്തരത്തിൽ നേരത്തെ ഞങ്ങൾ എടുത്ത നിലപാട് തന്നെയാണ്. അതായത് മുമ്പ് അച്യുതാനന്ദന്റെ കാലത്തും അതിനുശേഷം തുടർന്നു വന്ന പിണറായി വിജയന്റെ കാലത്തുമെല്ലാം, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുമെല്ലാം അവിടവറ്റിൽ യുവതി പ്രവേശനത്തിന് അനുകൂലിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതേ നിലപാട് തന്നെയാണ് തങ്ങൾക്ക് ഇപ്പോഴും എന്ന് പറയാൻ സർക്കാർ മടിക്കുന്നു എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് എടുത്തു പറയേണ്ടത്, തിരിച്ചടി വലിയ രീതിയിൽ ഭയന്നുകൊണ്ട് തന്നെ അവരുടെ മുൻ നിലപാടിൽ നിന്നെല്ലാം മലക്കം മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു ഭക്തരുടെ ഒരു വിജയമായി തന്നെ വേണമെന്ന് നമുക്ക് കരുതാൻ. കാരണം ഇത്തരത്തിലൊരു വലിയ തിരിച്ചടി ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ ഒരു സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതേ നിലപാട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു ചിന്ത സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് പോലും പറയാൻ കഴിയാത്തൊരു നിലയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ സർക്കാരിനെ ഇടത് ഭരണകൂടത്തെ, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ കൊണ്ട് എത്തിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇനിയും ഏവരും ഉറ്റുനോക്കുന്നത്. സർക്കാർ കോടതിയിൽ എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ നമ്മൾ പല ചോദ്യങ്ങൾ ചോദിച്ചു. സർക്കാരിന്റെ മുൻ നിലപാട് ഇങ്ങനെയല്ലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നിർത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിലൊന്നും കൃത്യമായ ഒരു ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇതിനുശേഷം, അതായത് ഇത്തരത്തിൽ ഈ സുപ്രീം കോടതിയുടെ ഹർജിയുമായി ബന്ധപ്പെട്ട് അതിൽ ആ പരിശോധനയുമായി ബന്ധപ്പെട്ട 7 ക്ലോസുകളുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം അതിൽ പറയുന്നതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ്
മന്ത്രിയുടെ ഭാഗത്ത് പറയുന്നത്. അപ്പോഴും കൃത്യമായ നിലപാട് യുവതി പ്രവേശനത്തിൽ വ്യക്തമാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഭക്തർ നൽകിയ പ്രതിഷേധം, ഭക്തർ നൽകിയ തിരിച്ചടി, അത് വോട്ടെടുപ്പിലൂടെ 2019 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയം, ആ പരാജയമൊക്കെയാണ് ഇത്തരത്തിൽ സർക്കാരിനെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നിലപാട് വ്യക്തമാക്കാൻ കഴിയാത്ത സർക്കാരിന്, അല്ലെങ്കിൽ സർക്കാരിന് ഒരു നിലപാട് വ്യക്തമാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് ഇത് തന്നെയാണ്. അപ്പോഴും വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളാണ് പി രാജീവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതായത് നേരത്തെയും തങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ്, ഭക്തർക്ക് അനുകൂലമായിരുന്ന നിലപാടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അപ്പോഴും പറയുന്നത്. അപ്പോഴും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഭക്തരെ ദ്രോഹിച്ച നടപടികൾ ശബരിമലയിൽ അടക്കമുള്ളവർ അടക്കം അതോടൊപ്പം തന്നെ പമ്പയിലടക്കം ഭക്തരെ ദ്രോഹിച്ച നടപടികളിലെല്ലാം അക്കമിട്ട് പരിശോധിക്കുമ്പോഴും അതിൽ നിന്നും ഉത്തരം സർക്കാരിന്റെ ഭാഗത്തോ പി രാജീവിന്റെ ഭാഗത്തോ നൽകാൻ കഴിയില്ല. സുപ്രീം കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തിലുണ്ട്. കാരണം ഇനി 14-ാം തീയതിക്കുള്ളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിലപാട് അറിയിക്കണമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ 14-ാം തീയതിക്ക്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് പോലും സർക്കാരിന് പറയാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് യുവതി പ്രവേശനം സർക്കാരിനെ ഏൽപ്പിച്ച ആഘാതം അത്ര വലിയ ആഘാതമാണ്. മാത്രമല്ല NSSഉം SNDPയും അടക്കമുള്ള സംഘടനകളും ഇതിൽ സർക്കാരിന്റെ നിലപാടിനെ, യുവതി പ്രവേശനം വേണ്ട എന്നൊരു നിലപാട് ഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇനി വരാനിരിക്കുന്നത്, ഏറ്റവും എടുത്തു പറയേണ്ടത് വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയും ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതോടെ കോടികളുടെ കൊള്ള അങ്ങനെ നടന്നിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെ സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ, ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇതിനിടയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കാമെന്നൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അതാണ് തങ്ങളുടെ പ്രഖ്യാപിത നിലപാട്. നേരത്തെയും തങ്ങൾ പ്രഖ്യാപിച്ച അതേ നിലപാട് തന്നെയാണ്. എന്തായാലും കൃത്യമായൊരു നിലപാടില്ലാതെ ഒളിച്ചുകളി തുടരുകയാണ് പിണറായി സർക്കാർ. എന്തായാലും കോടതിയിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കണ്ടു തന്നെ അറിയാം.